അമ്മയുടെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സാക്ഷിയൊക്കെ ഉയർത്താൻ ആദ്യം തന്നെ നന്ദി പറയട്ടെ. എൻ്റെ പേര് ഡാർവിൻ. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ 2024 ആയിരുന്നു. അന്ന് എൻ്റെ വിദേശത്ത് ജോലിക്കുള്ള ആഗ്രഹത്തിന് വേണ്ടി ഉടമ്പടി എടുത്താണ്. അമ്മ വഴിയാണ് ഞാൻ ഉടമ്പടിയെ പറ്റി അറിഞ്ഞ് അങ്ങനെ എടുക്കാൻ വരുന്നത്. അമ്മയുടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. വിദേശത്ത് ജോലിക്കായിട്ട് അന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആദ്യം പഠിക്കാൻ പോകാനായിരുന്നു ആഗ്രഹം. പക്ഷേ ജോലിക്ക് തന്നെ പോകാനായിട്ട് അവസരം 2025 മെയ് മാസമായപ്പം അമ്മ മാതാവ് ഒരുക്കി തന്നു. അനസ്തേഷ്യ ടെക്നീഷ്യന് ഒരുപാട് വേക്കൻസി ഒമാനിൽ വന്നു. അതിനെപ്പറ്റി ഞാൻ കേട്ടറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിരുന്നു. 2025 മെയ്യിൽ അപ്ലൈ ചെയ്തു. അതിന് ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ അതിൽ സെലക്ട് ആയിട്ടുണ്ട്. ജൂലൈയിൽ ഇൻ്റർവ്യൂ വിളിച്ചു. ഒമാനിലേക്കുള്ള ഇൻ്റർവ്യൂ ബോംബെയിൽ വെച്ചായിരുന്നു നടത്തിയിരുന്നത്. അതിന് എക്സാമും ഇൻ്റർവ്യൂവും അവിടെ വെച്ച് ഞാൻ പാസ്സായി. ഞാൻ പോയപ്പോഴൊക്കെ കാശുരൂപം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു ധൈര്യത്തിനായിട്ട്. അവിടെ എക്സ്പീരിയൻസ് ചോദിച്ചിരുന്നത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു മിനിമം വേണ്ടത്. ഞാൻ പോയത് 2 വർഷത്തെ 8 മാസത്തെ എക്സ്പീരിയൻസ് വെച്ചായിരുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് എന്ന് പറയുന്ന പോലെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവിടെ ഇൻ്റർവ്യൂവും എക്സാമും ഒക്കെ ഞാൻ പാസ്സായി. അവിടുന്ന് എക്സാം പാസ്സായി വീട്ടിൽ പോന്നു. 2 മാസത്തിനുള്ളിൽ എൻ്റെ വിസ ശരിയായി. സെപ്റ്റംബർ 2025 ആയപ്പോൾ എനിക്ക് ടിക്കറ്റ് വന്നു. ഞാൻ ഒമാനിൽ പോയി. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, എനിക്ക് പോകുന്ന വഴിക്കെല്ലാം റെഡിയാക്കി, താമസവും ഭക്ഷണവും അവിടെ വീടും എല്ലാം ശരിയാക്കി മാതാവ് തന്നിരുന്നു. ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ഞാൻ അവിടെ ചെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ വീടൊക്കെ എടുത്ത് മാറി, താമസമെല്ലാം ശരിയായി. ജോലിയും ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നു. ജോലി കയറി 7 മാസമായപ്പം അവധി കിട്ടി. അപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് ഈ അവസരം വിനിയോഗിക്കാൻ ഞാൻ അവധിക്ക് വന്നു. അന്നേരം തന്നെ സാക്ഷ്യം പറയാനായിട്ട് ഇങ്ങ് വന്നതാണ്. ഉടമ്പടി പുതുക്കുകയും ചെയ്തു. കാരുണ്യ പ്രവർത്തികളൊക്കെ ആയിട്ട് ശമ്പളം കിട്ടുമ്പം പാവങ്ങളെയൊക്കെ സഹായിക്കാൻ പൈസ മാറ്റി വെച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ പറ്റുമ്പോഴെല്ലാം എന്നും വിശുദ്ധ കുർബാന ഓൺലൈനൊക്കെ കൂടാൻ ശ്രമിക്കും. അവിടെ അല്ലാണ്ട് ഓഫ്ലൈനിൽ വിശുദ്ധ കുർബാനയ്ക്ക് അവസരമൊന്നുമില്ല, എല്ലായിടത്തും ഇല്ല. മാസത്തിൽ 1 കുർബാനയുള്ളൂ. അങ്ങനെ ഒക്കെ പോകുന്നു. പിന്നെ കൊന്ത എന്നും ചെല്ലാൻ തുടങ്ങി. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതിന് മുന്നേ അങ്ങനെ ഒന്നും ചെല്ലാറൊന്നും ഇല്ലായിരുന്നു. എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു ജോലിയും ദൈവാനുഗ്രഹമുള്ള ഒരു സ്ഥലത്ത് എല്ലാം റെഡിയാക്കി തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും വളരെയധികം നന്ദി ഞാൻ പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ആയിട്ട് പത്രവും ഇതെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ആൾക്കാർ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇത് ആരാധനയൊക്കെ കൂടുമ്പോൾ യൂട്യൂബിൽ ഷെയർ ചെയ്ത് കൊടുക്കും. ഡെയിലി ബ്ലെസ്സിങ് ആണെങ്കിലും അയച്ചു കൊടുക്കും. ഇങ്ങനെ അറിയാമല്ലാത്തവർക്കുണ്ടെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഇത് ചെയ്യാനൊക്കെ ആയിട്ട്. ഡെയിലി ബ്രെഡ് എന്നും രാവിലെ കൂടുമായിരുന്നു. അത് കൂടുമ്പോൾ നമുക്കൊരു ജോലിക്കൊക്കെ പോകുമ്പോൾ ഒരു ധൈര്യമാണ്. രാവിലെ ഒരു ആശീർവാദവും പ്രാർത്ഥനയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് പോകുമ്പം. പിന്നെ ആരാധന ചൊവ്വാഴ്ചകളിൽ അതും ഓൺലൈൻ കൂടുമായിരുന്നു. എല്ലാം തന്ന ദൈവത്തിനും എനിക്ക് വേണ്ടി മാക്സിമം വെച്ച അമ്മ മാതാവിനും വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. സങ്കീർത്തനം 107 7-ാം വചനമാണ്. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നിന്നും രക്ഷിച്ച ദൈവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വഴി വ്യക്തമല്ലാത്ത സമയങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ, സൗഹൃദങ്ങൾ എത്തുമ്പോൾ പല ചിന്തകളും നമ്മെ വഴിതെറ്റിക്കാം. പക്ഷെങ്കിൽ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ, ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മെ നേർവഴി കാണിച്ചു തരികയാണ്. ഉടമ്പടി ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ, നേരായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. വാസയോഗ്യമായ നഗരം എന്ന വചനം ഒരു സുരക്ഷിതത്തിൻ്റെ പ്രതീകമാണ്. അലയുന്ന ജീവിതത്തിൽ നിന്ന് സമാധാനത്തിലേക്കുള്ള യാത്ര, ജോലിയില്ലായ്മയിൽ നിന്ന് ജോലി അന്വേഷിക്കുന്നവർക്ക് സ്ഥിരത, കുടുംബ പ്രശ്നങ്ങളിൽ സമാധാനം, സാമ്പത്തിക സമ്മർദ്ദങ്ങളിൽ ആശ്വാസം നൽകുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. ഈ മകൻ ഇന്ന് 7 മാസം കഴിഞ്ഞ് അന്നേരം അവധി കിട്ടുകയാണ്. ഈ 7 മാസവും 7 എന്ന നമ്പർ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. കാരണം അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം 7ആണ്. ഈ 7 മാസം കഴിഞ്ഞ് ഇത്രയും പെട്ടെന്ന് ഈ മകനൊരു അവധി കിട്ടുകയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ മകന് പൂർണ്ണ വിശ്വാസമുണ്ട്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവാനായിട്ട്, അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയാനായിട്ട് ഒരു സാഹചര്യം ഒരുക്കി തന്നതിനും ഈ നല്ല ജോലി നൽകിയ അനുഗ്രഹം നൽകിയതിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഡാർവിൻ ഇന്ന് വന്നിരിക്കുന്നത്.
നമ്മുടെ ജീവിതത്തിലും കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടെ നേർവഴിക്ക് നയിച്ചു എന്ന വചനം നമ്മുടെ ജീവിതത്തിലും നയിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഡാർവിഡ് ജോർജിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.